അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാന്മാരായ പണ്ഡിതന്മാർ, അതിൽപ്പെട്ട ഒരു പണ്ഡിതൻ മഹാനവറുകൾ വിവരിച്ച ഒന്നായിട്ടിട്ട് സുഫിയാൻ സൗരി റളിയല്ലാഹുവിന്റെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹുവിന്റെ കേട്ടത്, കൈഫ റഅയ്തൽ മൗത, നിങ്ങൾ മരണം കഞ്ഞിപ്പോയങ്ങല്ലേ, ആ മരണത്തെ എങ്ങനെയായിട്ട് നിങ്ങൾ എത്തിച്ചത്? അപ്പൊ സുഫിയാൻ സൗരി റളിയല്ലാഹു ചൊല്ലു, അമ്മൽ മൗതു ഫലാ തസ്അലൻ അളമതിഹി വശിദ്ദതിഹി, മരണത്തെ കടുപ്പവും ഗൗരവവും അതിനെ സംബന്ധിച്ച് നിങ്ങൾ കേൾക്കണ്ട, അത് ചൊല്ലണം, അത്രക്കും ഗൗരവമുള്ളത്. അപ്പൊ കേൾക്കുന്നത് ഏറ്റവും ഉപകരിക്കടെ ആ മഹാൻ കേൾക്കത് സുഫിയാൻ സൗരി റളിയല്ലാഹു, ഏറ്റവും ഉപകാരമുള്ള അമൽ നിങ്ങൾക്ക് കിട്ടിയത് ഏത്, ഏറ്റവും നഫായിട്ടുള്ളത്? ഫഖാല, അപ്പൊ ചൊല്ലു സുഫിയാൻ സൗരി, കുല്ലു അമലിൻ സ്വാലിൻ അൻഫു, സ്വാലിയായ എല്ലാ അമലും ഉപകരിക്കരുത്. വലാകിന്നനി നജൗതു മിനൽ ഹിസാബി ബിസ്തിർജാഇ വസബ്രി ഇൻദ മുസീബത്തിൻ ബിവലദിൻ ലി മാത. നക്ക് അല്ലാഹു തആല, അതെ അല്ലാഹുടെ അവന്റെ ഹിസാബിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്, ഞാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്നതുകൊണ്ടും, ನಾನು മുസീബത്തെത്തിയപ്പോ സബർ എടുത്തതുകൊണ്ട്. എപ്പോ മുസീബത്ത്? നക്കൊരു കിടാവ് മരിച്ചപ്പോ ನಾನು സബർ എടുത്ത, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്ന, അതുകൊണ്ട് ഞാൻ അള്ളാഹുടെ ഹിസാബിൽ നിന്ന് രക്ഷപ്പെട്ട. ഫഖാല സുബ്ഹാനഹു തആല, അത് അല്ലാഹു തആല നടി കേൾക്കണ, അനസീത വഖദ് ഖബൽതു സമറത ഫുആദിക ഫസ്തർജഅത വഹമത്തനി ഇദ്ഹബ് ഫഖദ് ഗഫർതു ലക സയ്യിആതിക. അല്ലാഹു തആല നടി കേട്ട, നിന്റെ ഹൃദയത്തെ ഹൃദയത്തെ തമറത്തിനെ ഞാൻ പിടിച്ചപ്പോ, അതായത് നിന്റെ പിരിസപ്പെട്ട നിന്റെ മോന്റെ റൂഹിനെ ഞാൻ പിടിച്ചപ്പോ, നീ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്നെ, നക്ക് സ്തുതിച്ച എന്റെ നീ അൽഹംദുലില്ലാഹ് ചൊന്നെ, അതുകൊണ്ട് എല്ലാ ദോഷങ്ങളും ഞാൻ പുറത്തു തന്നേ, നീ പോ സ്വർഗത്തിൽ പോ. ഹസനാത്തിക്ക, നിങ്ങൾ ഹസനാത്തിലല്ല, ನಾನು നിങ്ങൾ ചെയ്ത നല്ലതുക്ക് ഇരട്ടായിട്ട് പ്രതിഫലത്തെ തന്നത്. വറഫഅതു ദറജാതിക, നിങ്ങളുടെ സ്ഥാനത്തെ ഞാൻ ഉയർത്തി തന്നത്. ഗഫറല്ലാഹു. അപ്പോ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു ചൊല്ലി, അയാളെ മോന് മരിച്ചപ്പോ സബ്ർ എടുത്ത് മാത്രമല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിച്ചു. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടം അങ്ങനെ കണ്ടെങ്കിൽ അള്ളാഹുടെ അവന്റെ ഇഷ്ടത്തെ പോലെ ആക്കട്ടെ. അപ്പൊ അള്ളാഹുടെ സ്തുതിച്ചത് അങ്ങനെ. അപ്പോ മാത്രല്ല, ചെറിയ മക്കൾ മരിച്ചു പോണത് ഖിയാമത്ത് നാളില് മാശറയിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്വത്തും കൂടി ഏറ്റിക്കിടാണ്. അതുകൊണ്ട് ഏറ്റിക്കിട അള്ളാഹുടെ സ്തുതിച്ചത്. അപ്പൊ മോൻ മരിച്ചപ്പോ സബറെടുത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്ന് അള്ളാഹുടെ തീരുമാനത്തെ അംഗീകരിച്ച് അള്ളാഹുടെ തീരുമാനത്തെ സമ്പൂർണമായും തൃപ്തിപ്പെട്ടത് കൊണ്ട് അള്ളാഹു താല ചൊന്നത്, ദോഷങ്ങളെ കൊടുത്തു തന്ന് നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെ ഞാൻ ഇരട്ടയായി പ്രതിഫലാക്കി തന്ന് നിങ്ങളുടെ സ്ഥാനത്തെ ഞാൻ ഉയർത്തി തന്ന എന്നായിട്ട്. അപ്പൊ സബറും ചൊല്ലത് ആ ആഫത്ത് എത്തുമ്പോ, അതായത് ഒരു കഷ്ടം അല്ലെങ്കിൽ ദുഃഖം എത്തുമ്പോ ആ എത്തിയ സമയത്തായിട്ട് ക്ഷമിക്കേണ്ടത്, സബർ എടുക്കേണ്ടത്. അപ്പൊ എന്താണ് അള്ളാഹുടെ തീരുമാനം, അള്ളാഹുടെ കലാവ്, അതിൽ ഞാൻ പൂർണ്ണമായും തൃപ്തിപ്പെട്ടെന്ന് അള്ളാഹുടെ കലാഹുടെ തൃപ്തിപ്പെടലായിട്ടിട്ടുള്ളത്. അങ്ങനെ തൃപ്തിപ്പെട്ടത് കൊണ്ടായിട്ട് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു ചൊല്ലെ, നക്ക് ഏറ്റവും കൂടുതൽ ഉപകരിച്ച അമല് നന്റെ മോൻ മരിച്ചപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്നത് കൊണ്ടായിട്ട് അള്ളാഹുടെ ഹിസാബിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു ചൊല്ലെ. അപ്പൊ മുസീബത്ത് എന്നുള്ളത് അത് എത്തുമ്പോ ക്ഷമിക്കുകയും സബറെടുക്കുകയും അള്ളാഹുടെ മാത്രം ആഗ്രഹിക്കുകയും അള്ളാഹുടെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുകയുള്ള ആ മനസ്സുണ്ടാവും. അതായിട്ട് സബർ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലത്, അത് സൂറത്തുൽ ബഖറ 156 ആയത്തിൽപ്പെട്ട ഒന്നായിട്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് ഉണ്ട്. ഏതൊരു മുസ്ലിമായ മനുഷ്യരും അല്ലെങ്കിൽ മുസ്ലിമാത്തായ ഒരു പെണ്ണുകോ ഒരു മുസീബത്ത് അവനക്ക് എത്തിയെത്തും, അതിനവൻ ഓർത്ത കുറെ കാലം കഴിഞ്ഞിട്ടായിട്ടില്ല, എന്നിട്ട് അവൻ അതാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്ന.
എന്നാ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനക്ക് ആ മുസീബത്ത് എത്തിയുണ്ട് അള്ളാഹു തആല അണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെന്നെങ്കിൽ എത്ര പ്രതിഫലം കൊടുക്കണ അതേ പ്രതിഫലത്തെ അവന് കൊടുക്കട. ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, ഈ ഉമ്മത്ത് അള്ളാഹു തആല കൊടുത്തൊന്നായിട്ടിക്കട് അതാർക്കും കൊടുത്തിട്ടില്ല. മുസീബത്ത് എത്തുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലുന്നത് അല്ലെ, മുന്നാൽ ആർക്കും കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടാണ് കണ്ടെങ്കിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാം ചൊന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നഷ്ടപ്പെട്ടതുകൊണ്ട് വെച്ചപ്പോ ചെന്നത് യാ അസഫ അലാ യൂസുഫ് എന്നായിട്ട്. അപ്പൊ അല്ലാഹു തആല ഈ ഉമ്മത്തികൾക്ക് തന്ന ഒരു ദിക്റായിട്ട് ഏറ്റവും പ്രതിഫലമുള്ള ഒരു ദിക്റായിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. അത് മുസീബത്ത് എത്തുമ്പോഴായിട്ട് ചൊല്ലേണ്ടത്. അതായിട്ട് അത് ആ മുസീബത്ത് പിന്നെ ഓർത്താം. ആ ഓർത്തിട്ടാകുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെന്ന എന്നാ അല്ലാഹു തആല അപ്പോഴും ആ ആ മുസീബത്ത് എത്തിയണ്ട് അവൻ ചെന്നെങ്കിൽ അതൊക്കെ കൊടുക്കുന്നത് പ്രതിഫലം അല്ലാഹു തആല അണ്ട് മൗനത് അല്ലാഹു കൊടുക്കുക എന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ ഉമ്മത്തികളായ ഞങ്ങൾക്ക് നല്ലത് അല്ലാഹു തആല തന്നിട്ടുണ്ടെങ്കിൽ തഖ്വയുടെ ആഫിയത്ത് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് തന്നിട്ടുണ്ടെങ്കിൽ വലിയ തൗഫീഖ് അല്ലാഹു തന്നെങ്കിൽ ആഖിറത്തിൽ കൂലിയുണ്ട്. ഇതിനൊരാൾക്ക് മുസീബത്ത് എത്തി ആ സമയത്ത് അവൻ ബേജാറിലായ, പക്ഷെ അള്ളാഹുടെ തീരുമാനം ഇങ്ങനെ ഖളാ ഇങ്ങനെ എന്നാ സമ്പൂർണമായും തൃപ്തിപ്പെട്ട എന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെന്നെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അതൊക്കെ വലിയ പ്രതിഫലം തന്നെ മാത്രല്ല, അതൊക്കെ എന്തെങ്കിലും മുസീബത്ത് എത്തിയപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെന്ന് അള്ളാഹുടെ തീരുമാനത്തെ അവൻ പൂർണ്ണമായി ഒപ്പിണ്ടാണെങ്കിൽ അള്ളാഹു തആല അതൊക്കെ ബദലായിട്ട് ഖൈർ അള്ളാഹു തആല അവനക്ക് കൊടുക്കാണ്ടിരിക്കില്ല. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.